എവരിവൺ. അപ്പോൾ എല്ലും കപ്പയും ഇഷ്ടമുള്ളവരാരൊക്കെയാണ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയുടെ റെസിപ്പിയാണ്. കുക്ക് ആൻഡ് ഡിലൈറ്റ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ എല്ലും കപ്പയും ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ഫ്രോസൺ കപ്പ ഐസെല്ലാം കളഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ട്. 1 കിലോ എടുത്തെങ്കിലും ഞാനിതിൽ നിന്നും വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരല്പം എടുത്ത് മാറ്റിയതിന് ശേഷം ഒരു അറൗണ്ട് 800 ഗ്രാമോളം മാത്രമേ നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളൂ. ഇതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും ഒഴിച്ച് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ഇട്ടതിന് ശേഷം അടുപ്പിൽ വേകാനായി വെച്ചു. കപ്പ വേവുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിനു വേണ്ടി ഞാൻ എല്ലോട് കൂടിയ ഒരു 400 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത്, ഒരു 4 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ടത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വളരെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത്, ഒരു അല്പം കറിവേപ്പില, ഒരു മുറി നാരങ്ങയുടെ നീര്, ഇത്രയും ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ക്രഷ്ഡ് ബ്ലാക്ക് പെപ്പറിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു വീട്ടിൽ പൊടിച്ച മസാല അതും നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് കൊടുത്തു. ഒരു അല്പം മാത്രം വെള്ളം, ചില ഇടങ്ങളിലാണെങ്കിൽ ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി നോക്കി ഒഴിക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുപ്പിലേക്ക് വേകാനായിട്ട് വെച്ച് കൊടുക്കാം. ഞാനിവിടെ 4 വിസിൽ മാത്രമാണ് അടുപ്പിച്ചിട്ടുള്ളത്. കാരണം ഇവിടെ കിട്ടുന്ന ബീഫിന് അധികം വേവില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം നമ്മൾ അടുപ്പിൽ വെച്ച് വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കപ്പ എത്രത്തോളം വെന്തെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഒരല്പം ഉപ്പ് കപ്പയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ച് അത് ഫുൾ കുക്കായി കഴിയുമ്പോൾ അതിൻ്റെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നന്നായി കഴുകി ഒരു സ്ട്രെയിനറിനകത്തേക്ക് സ്ട്രെയിൻ ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനിവിടെ കുറച്ച് നമ്മളുടെ കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അല്പം വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ നിങ്ങളൊരു 2 ഏലയ്ക്ക, അതുപോലെ 2 ഗ്രാമ്പു, ഒരു അല്പം കറുകപ്പട്ട അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. അതിനുശേഷം ഒരു സവാള വളരെ കനം കുറച്ച് അരിഞ്ഞ് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരല്പം ഉപ്പ് കൂടെ ഇട്ട് കൊടുത്ത് നമ്മളിതൊന്ന് വഴട്ടിയെടുത്ത് വരിക. വഴട്ടി അതൊന്ന് ചെറിയൊരു വേവായി വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഒരു 3-4 ചുമന്ന ഉണങ്ങിയ മുളക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാം. ഇതൊരല്പസമയം നമുക്ക് ഈ സവാളയുടെ കൂടെ ഇട്ട് ഒന്ന് വഴട്ടിയെടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് വീണ്ടും കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ബീഫിനകത്തേക്ക് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം 1 ടീസ്പൂൺ വീതമായിരുന്നു ഇട്ട് കൊടുത്തിരുന്നത്. ഇനി നമുക്ക് ഈ സവാളയ്ക്കകത്തേക്ക് നേരത്തെ ഇട്ട അതേ പൊടികൾ തന്നെ 1/2 ടീസ്പൂൺ വീതം അളവിലിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ നമ്മുടെ ചുവന്ന മുളക് പൊടി, ഇത്രയും ഇട്ട് കൊടുത്തു. എന്നാലും മസാല നമ്മൾ 1/2 ടീസ്പൂണും ഇടുന്നില്ല, അതിൽ താഴെ ഇടുന്നുള്ളൂ. ബിക്കോസ് നമ്മൾ ഏലക്കയും ഗ്രാമ്പും ഒക്കെ അഡീഷണൽ ചേർത്തിട്ടുണ്ട്. ഇനി ഒരല്പം നമ്മളുടെ പെരുംജീരകം പൊടിച്ചത് കൂടി നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം മസാല വീണ്ടും നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ ഈ സവാളയ്ക്കകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് നല്ല പരുവമായി വരുമ്പോൾ ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ബീഫ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കത് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ചോ അല്ലാതെയോ നമുക്ക് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടുപ്പിൽ വെച്ച് ഒന്ന് വേവിച്ച് എടുത്തതിന് ശേഷം നമ്മളുടെ കപ്പ ഇടുന്നതിന് മുൻപായിട്ട് നമ്മൾ ഒരു 3-4 പച്ചമുളക് വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞതും അതിനോടൊപ്പം ഒരു അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ കപ്പയുണ്ടല്ലോ അതിതിനകത്തേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഉടച്ച് നമ്മളുടെ ബീഫുമായിട്ട് ഇത് നന്നായിട്ട് ചേരണം. ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഒരല്പം പെരിഞ്ജീരക പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് ഉടയ്ക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഞാൻ പെരിഞ്ജീരകം എടുത്തു വെച്ചു, പക്ഷേ ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിനകത്തേക്ക് ഒരല്പം പെരിഞ്ജീരകവും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ മുകളിൽ ഗാർണിഷ് ചെയ്യാനായിട്ട് ഒന്നുകിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയോ അല്ലെങ്കിൽ മല്ലിയില ചെറുതായി അരിഞ്ഞതോ നിങ്ങൾക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ടതിന് ശേഷം
അല്ലെങ്കിൽ നമ്മുടെ സവാള ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ അതും ചെറുതായിട്ട് കനം കുറഞ്ഞ്, സവാള ഇഷ്ടമാണെങ്കിൽ അതും ഇതിൻ്റെ മുകളിലേക്ക് വിതറിയതിന് ശേഷം ചൂടോടുകൂടി നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഈ കപ്പ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.